എന്റെ പ്രിയപ്പെട്ട കഥകൾ മാധവിക്കുട്ടി. ഈ ബുക്കിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. കുഞ്ഞുനാള് തൊട്ട് മാധവിക്കുട്ടി എന്ന് പറയുന്ന ഒരു ഓതറ് ഒരിക്കലും കൊച്ചു കുട്ടികൾക്ക് വായിക്കാൻ പറ്റാത്ത ഒരു ചീത്ത ബുക്ക് എഴുതുന്ന റൈറ്റർ ആയിട്ടായിരുന്നു എന്റെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു തന്നിരുന്നത്. അതായത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റാത്ത, വലിയ ആൾക്കാർക്ക് മാത്രം വായിക്കാൻ പറ്റുന്ന ചീത്ത ബുക്കുകൾ എഴുതുന്ന ഒരു സ്ത്രീ. അങ്ങനെയാണ് മാധവിക്കുട്ടിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനൊരു സമയം വരെ ഓക്കെ, മാധവിക്കുട്ടിയൊന്നും നമുക്ക് വായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു റൈറ്റർ ഒന്നും അല്ല എന്നായിരുന്നു എന്റെ മനസ്സിലെ ചിന്ത. ഞാൻ കോളേജ് എത്തിയ ടൈമിൽ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു സെമിനാർ കൊടുത്തു, ഓരോ ഓതേഴ്സിന്റെ ലൈഫ് സെമിനാർ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കിട്ടിയ ഓതർ കമലാദാസ് ആണ്. കമലാദാസ്, ഞാൻ കേട്ടിട്ടില്ല റൈറ്ററിനെ. കമലാദാസ് ആരാണ്? എനിക്കറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അങ്ങനെ കമലദാസ് ആരാണെന്ന് വന്ന് തപ്പി 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 പോയ എനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ ഒരിക്കൽ വെറുക്കപ്പെട്ട മാധവിക്കുട്ടിയായിരുന്നു. മാധവിക്കുട്ടി എന്നത് കമലദാസിന്റെ പെണ്ണയുമായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കമലദാസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു, മാധവിക്കുട്ടിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് മാധവിക്കുട്ടിയോട് ഭയങ്കര സ്നേഹമായി, ഭയങ്കര ഇഷ്ടം തോന്നി. അതുപോലെ അന്ന് വെറുത്തതില് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ മാധവിക്കുട്ടിയുടെ കഥകൾ വായിക്കണം എന്നുള്ള ആഗ്രഹം വന്നു. ആ ഇരിക്കുന്ന സമയത്താണ് എന്റെ കോളേജിലെ മാതൃഭൂമിയുടെ ബുക്ക് ബസ് വരുന്നത്. അങ്ങനെ അതിൽ നിന്ന് ഞാൻ കുറെ തപ്പി കണ്ടുപിടിച്ച് എടുത്തതാണ് ദേ ഈ കളക്ഷൻ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാധവിക്കുട്ടിയുടെ ഞാൻ വായിച്ചിട്ടുള്ള ആദ്യത്തെ ബുക്കാണിത്. ഇതിൽ കുറെ കുട്ടി കുട്ടി കഥകളാണ് കേട്ടോ. വായന തുടങ്ങണം, വായിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള കുട്ടി കുട്ടി കഥകൾ ചൂസ് ചെയ്യാം.